ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഇന്ന് ഓണമൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടപ്പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സദ്യയ്ക്ക് ശേഷം പായസം കഴിക്കാൻ ആഗ്രഹമുള്ളവരാണ് കൂടുതൽ പേരും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് തിരുവോണ ദിനത്തിൽ തന്നെ ഞാനൊരു അടപ്പായസം, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടപ്പായസത്തിൻ്റെ റെസിപ്പി വീഡിയോ അപ്ലോഡ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടതിന് ശേഷം പായസം ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കണം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ശർക്കരപ്പാനി ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത്രയും ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിവിടെ ശർക്കരപ്പാനി നല്ലപോലെ അലിഞ്ഞ് വന്ന് നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ശർക്കരപ്പാനി ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അടുത്ത ഇനി ഒരു വലിയ ചീനിച്ചട്ടി ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് നല്ലപോലെ ഉരുകി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് അട ഇട്ട് കൊടുക്കണം. അട ഞാനിപ്പോൾ 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നെയ്യിലിട്ട് നല്ലപോലെ ഒന്ന് നമുക്ക് വറുത്തിട്ടെടുക്കാം. ഇങ്ങനെ ഒന്ന് നെയ്യിലിട്ട് അട വറുത്തിട്ടെടുക്കാമെന്നുണ്ടെങ്കിൽ നമ്മളിത് പായസം തയ്യാറാക്കുമ്പം ഒരട ഒന്നിനോടൊട്ടാതെ നല്ലപോലെ ഓരോ ഇതളായിട്ട് അതിൽ കിടക്കുന്നതാണ്. അപ്പം ഇത് കൂടാതെ നിങ്ങൾക്ക് വേറൊരു വഴിയും കൂടി ഇങ്ങനെ ഓരോ അട ഒന്നിനോടൊട്ടാതെ കിടക്കാൻ വേണ്ടിയിട്ട് ചെയ്യാം. അതെന്താണെന്ന് വെച്ചാൽ അട വെള്ളത്തിൽ നല്ലപോലെ വേവിച്ചതിന് ശേഷം വെള്ളമൊക്കെ മാറ്റിയെടുത്തിട്ട് പായസം തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിനോടൊട്ടാതെ തന്നെ അട കിട്ടുന്നതാണ്. ഇനി അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതെന്തിനാന്ന് പറഞ്ഞാൽ വെള്ളം നല്ലപോലെ തിളച്ച് അടയൊന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി വെള്ളം ഒന്ന് തിളയ്ക്കണം. അതിനു മുമ്പ് നമുക്ക് അതിലേക്ക് ഒന്നും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. വേറൊന്നുമല്ല, ചൗവരിയാണ്. ഞാനിപ്പോൾ 1/4 കപ്പ് ചൗവരിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം ഇതിലേക്ക് അതൊന്ന് ഇട്ട് കൊടുക്കാൻ. നമ്മുടെ അടപ്പായസത്തിനൊരു തിക്കൻസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ 1/4 കപ്പ് അളവിൽ ചൗവരി അതിലേക്ക് ചേർത്ത് കൊടുത്തത്. അപ്പം ഇവിടെ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അടയും ചൗവരിയും ഒക്കെ ഒരു പാതി വേവായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് നല്ലപോലെ ഒന്ന് വെള്ളം കുറച്ചൊക്കെ വറ്റിച്ച് ഒന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ വെള്ളം ഇവിടെ കുറച്ചൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അടയും ചൗവരിയും ഒക്കെ ഒരു പാതി വേവായിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്ന ശർക്കരപ്പാനില്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി ഒന്ന് അരിച്ചിട്ട് വേണം അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ ശർക്കരയിൽ ചെറിയ ചെറിയ കല്ലുകളൊക്കെ കാണും. അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അരിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഇനി ഈ ശർക്കരപ്പാനി നല്ലപോലെ തിളയ്ക്കണം. അതുവരെ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ഇതിവിടെ കാണുമ്പോൾ മനസ്സിലാവും ശർക്കരപ്പാനി ഇവിടെ നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഈ സമയം നമുക്കതിലേക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ആദ്യം 2ാം പാൽ വേണം അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ടാണ് നമ്മൾ 1ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഈ പാൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതെന്തിനാന്ന് പറഞ്ഞാൽ തേങ്ങാപ്പീരയുടെ ചെറിയ ചെറിയ തരികളൊക്കെ കാണും. അതൊക്കെ ഒന്ന് പോയിട്ട് പാൽ മാത്രമായിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അരിച്ചിട്ടൊന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടിനി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അടയും ചൗവരിയും ഒക്കെ ഒരു 50% മാത്രമേ നമ്മൾ വെള്ളത്തിൽ വെച്ചൊന്ന് വേവിക്കത്തുള്ളൂ. എന്നിട്ട് ഈ തേങ്ങാപ്പാലിലാണ് ബാക്കിയുള്ള 50% കൂടി വെന്തിട്ട് അടയൊക്കെ നല്ലപോലെ ഒന്ന് റെഡിയായിട്ട് കിട്ടുന്നത്. ഇനി പായസം നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം വേണം അതിലേക്ക് നമുക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതേവിടെ പായസം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. അതും കൂടി ഒന്ന് അരിച്ചിട്ട് വേണം അതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് പായസത്തിൽ മധുരം ചേർക്കാം. കൂട്ടണമെന്നുള്ളവർക്ക് കൂട്ടാം, കുറയ്ക്കണമെന്നുള്ളവർക്ക് കുറയ്ക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടങ്ങളാണ്. ഇനി ആ തേങ്ങാപ്പാൽ അതിൽ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ ഇതേ തേങ്ങാപ്പാലൊക്കെ അതിലൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകിയൊക്കെ വരണം. അതുവരെ ഒന്ന് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ദേ ഇവിടെ ചെറുതായിട്ടൊന്ന് തിളച്ച് നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഈ സമയമാകുമ്പം അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഏലക്കയാണ്. ഇതേ കണ്ടില്ലേ, അടയൊക്കെ ഒന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട്. പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ അതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പം
7 ഏലക്കയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചതച്ചിട്ട് വേണം അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. എങ്കിലേ ഏലക്കയുടെ നല്ലൊരു ഫ്ലേവർ നമ്മുടെ പായസത്തിലൊന്നും കിട്ടുകയുള്ളൂ. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏലക്കാപ്പൊടി വേണമെങ്കിലും ഇതിൽ ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് അതിലേക്ക് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. അടുത്ത് ഇനി നമുക്ക് കാഷ്നട്ടും ഉണക്കമുന്തിരിയും നെയ്യിലിട്ടൊന്ന് വറുത്തിട്ടെടുക്കണം. അപ്പോൾ ഞാനൊരു ചെറിയൊരു ചീനിച്ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്ത് നെയ്യ് നല്ലപോലെ ചൂടായി ഒന്ന് ഉരുകി വന്നതിന് ശേഷം അതിലേക്ക് കാഷ്നട്ടും ഉണക്കമുന്തിരിയും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. പായസത്തിലൊക്കെ കാഷ്നട്ടും ഉണക്കമുന്തിരിയും കൂടുതൽ വേണമെന്നുള്ളവരുണ്ട്. അപ്പം അവർക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നെയ്യിലിട്ട് ഇതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. കാഷ്നട്ടും ഉണക്കമുന്തിരി ഇടുന്നതൊക്കെയാണ് നമ്മുടെ പായസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ്. പായസം കഴിക്കുമ്പോഴൊക്കെ അതൊന്ന് കടിക്കാൻ കിട്ടുന്നതൊക്കെ ഒരു പ്രത്യേക രുചിയാണ്. അപ്പം നമ്മളുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പം തന്നെ നമുക്ക് തയ്യാറാക്കിയിട്ടെടുക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു അടപ്പായസമാണിത്. സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പായസം കഴിക്കാൻ ഇഷ്ടമുള്ളവരാണ് കൂടുതലും പേരും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് തിരുവോണ ദിവസത്തിൽ തന്നെ ഞാനൊരു അടപ്പായസത്തിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തത്. അപ്പോൾ എല്ലാവരും കണ്ടതിന് ശേഷം ഒന്ന് തയ്യാറാക്കിയിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ശരി, ഞാൻ അടുത്ത ദിവസം ഇതിലും നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.